ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഓ സ്വഹാബ, വിശുദ്ധ റമളാൻ നിങ്ങളിലേക്ക് ആഗതമായാൽ, റമളാൻ നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ 4 കാര്യങ്ങൾക്ക് പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധ കൊടുക്കണേ. 4 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധ ഉണ്ടാകണം. നിങ്ങൾ 4 കാര്യങ്ങൾ വർദ്ധിപ്പിക്കണേ. ആ 4 കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിച്ചാൽ നിങ്ങളുടെ നോമ്പ് സക്സസ് ആയി, നിങ്ങളുടെ റമളാൻ അനുകൂലമായി. നമ്മൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ ജഅൽ ഹാദ അശ്ശഹറ ശരീഫൽ അളീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ. അല്ലാഹുവേ, റമളാനിനെ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ, റമളാനിനെ പ്രതികൂലമാക്കല്ല അല്ലാ എന്ന് എല്ലാ സമയങ്ങളിലും പ്രാർത്ഥിക്കുന്ന മുസ്ലിമേ, എല്ലാ സമയങ്ങളിലും പ്രാർത്ഥിക്കുന്ന സഹോദര, റമളാൻ അനുകൂലമാകണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് 4 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൻതഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്ത് കലിമ, ഷഹാദത്ത് കലിമ ഏതാണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയുടെ ഒരു പാർട്ട്, അഥവാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമയുടെ മറ്റൊരു രൂപമാണ്. ഷഹാദത്ത് കലിമയുടെ ആശയം പഠിപ്പിക്കുന്ന മറ്റൊരു സെന്റൻസ് ആണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. 4 കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം ഷഹാദത്ത് കലിമയുടെ ഒരു പാർട്ടാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കണേ. അങ്ങനെ നിങ്ങൾ വർദ്ധിപ്പിച്ചാൽ തുർലൗന ബിഹിമാ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ പൊരുത്തം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയും. രണ്ടാമതായി നബി തങ്ങൾ പഠിപ്പിക്കുന്നത് വതസ്തഗ്ഫിറൂനഹു, അല്ലാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുക. വിശാലമായി പറയേണ്ടതാണ്, ഞാൻ അതിന്റെ വിശാലതയിലേക്ക് കടക്കുന്നില്ല. അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടൽ, പടച്ചവനെ എനിക്ക് നീ പൊറുക്കലിനെ താ അല്ലാഹ് എന്ന് തേടണം. അത് വീട്ടിൽ വെച്ച് തേടുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് പള്ളിയിൽ വെച്ച് തേടലാണ്. പള്ളി അല്ലാഹുവിന്റെ ഭവനമാണ്. അല്ലാഹുവിന്റെ ഭവനത്തിൽ ചെന്നുകൊണ്ട് അല്ലാഹുവേ എനിക്ക് നീ മാപ്പ് നൽകണേ അല്ലാ, മാപ്പ് നൽകണേ അല്ലാ. ഒരാളോട് നമ്മൾ തെറ്റ് ചെയ്താല് നമ്മളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് എനിക്ക് നീ മാപ്പ് നൽകുമോ എന്ന് ചോദിക്കുന്നതും, അവന്റെ വീട്ടിൽ പോയി അവന്റെ സാന്നിധ്യത്തിൽ ചെന്നിട്ട് എനിക്ക് നീ പൊരുത്തപ്പെട്ടു തരുമോ എന്ന് ചോദിക്കുന്നതും രണ്ടും അജഗജാന്തരം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ലോക സൃഷ്ടാവായ അല്ലാഹുവിനോട് ചെയ്ത തെറ്റുകളെ, എന്റെ പ്രിയമുള്ളവരെ, പള്ളിയിൽ ഇരുന്നു കൊണ്ട് റബ്ബേ എനിക്ക് നീ മാപ്പ് നൽകണേ അല്ലാ. പ്രത്യേകിച്ചും വിശുദ്ധ റമളാനിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ നിന്നോട് പടച്ചവനോട് ഞാനിതാ പൊറുക്കലിനെ തേടുന്നു. അല്ലാഹുവേ നീ എനിക്ക് പൊറുത്തുതാ അല്ലാ, വിശുദ്ധ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് എനിക്ക് നീ പൊറുത്തുതാ അല്ലാ, എനിക്ക് നീ പൊറുത്തുതാ അല്ലാ എന്ന ചോദ്യം വർദ്ധിപ്പിക്കണേ, എന്ന ചോദ്യം വർദ്ധിപ്പിക്കണേ. ഈ 2 കാര്യം നിങ്ങൾ റമളാനിൽ വർദ്ധിപ്പിച്ചാൽ തുർലൗന ബിഹിമാ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിന്റെ പൊരുത്തം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി 2 കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഅമ്മൽ ഖസ്ലതാൻ, ബാക്കിയുള്ള 2 കാര്യം അല്ലതാനി ലാ ഗിനൻ ബികും അൻഹുമാ, അതില്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതേതൊക്കെയാണ്? ബാക്കിയുള്ള 2 കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വതസ്അലൂനൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗം ചോദിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ പ്രാർത്ഥനയുടെ 3ാമത്തെ ഭാഗം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന, പടച്ചവനെ നിന്നോട് ഞാനിതാ സ്വർഗ്ഗം ചോദിക്കുന്നു അല്ലാഹ്.
റബ്ബിനോട് നിങ്ങൾ സ്വർഗം ചോദിക്കണേ. ആ ചോദ്യമാണ് അസ്അലുക്കൽ ജന്ന, പടച്ചവനെ നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു. നാലാമത്തെ കാര്യം വതഊദൂന മിനന്നാർ, റബ്ബിനോട് നിങ്ങൾ അതേ നരകത്തിൽ നിന്ന് കാവല് തേടണേ. ആ തേട്ടമാണ് വഅഊദു ബിക മിനന്നാർ, പടച്ചവനെ നിന്നോട് നരകത്തിൽ നിന്ന് ഞാൻ കാവല് തേടുന്നു അല്ലാ. ഈ 4 കാര്യം വർദ്ധിപ്പിച്ചാൽ നിങ്ങളുടെ നോമ്പ് സക്സസ് ആണ്. നിങ്ങളുടെ നോമ്പ് നിങ്ങൾക്ക് അനുകൂലമാണ്. റമദാൻ നിങ്ങൾക്ക് അനുകൂലമാണ്. അല്ലാഹുവേ അല്ലാഹുവേ, ഈ 4 കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഈ 4 കാര്യങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നമ്മൾ നടത്താറുള്ളത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. ഈ 4 കാര്യങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയാണിത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅസ്അലുക എന്നില്ല. അങ്ങനെ പലരും പറയാറുണ്ട് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുക. വാവ് കൂട്ടി അവിടെ ദുആ ചെയ്താൽ ആ ദുആഇന്റെ പരിപൂർണമായ പ്രതിഫലം നഷ്ടപ്പെടും. ഏത് ദുആഉം നമ്മൾ ചെയ്യുമ്പോൾ, ഏത് സ്വലാത്തും നമ്മൾ ചൊല്ലുമ്പോൾ, ഏത് ദിക്റും നമ്മൾ ചൊല്ലുമ്പോൾ ആ ദിക്ർ ഖുർആനിൽ എങ്ങനെ വന്നു, ആ ദിക്ർ ഹദീസിൽ എങ്ങനെ പഠിപ്പിച്ചു, ആ ദുആ ഖുർആനിലും ഹദീസിലും മഹാന്മാരും എങ്ങനെ പഠിപ്പിച്ചു, അങ്ങനെ തന്നെ ചെയ്യണം. അതിൽ നമ്മുടെ വക കൂട്ടിച്ചേർക്കാൻ പാടില്ല, അല്ലെങ്കിൽ കുറക്കാനും പാടില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ എന്ന് എല്ലാ സമയങ്ങളിലും ചൊല്ലിക്കൊണ്ടിരിക്കാം. നിസ്കാരത്തിന്റെ ശേഷം മാത്രമല്ല, കഴിയുന്ന സമയങ്ങളിലൊക്കെ അത് വർദ്ധിപ്പിക്കണമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ.